ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ ആയിട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന അലോകും അതുപോലെ തന്നെ അനുസരംഗം തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുകന്യയ്ക്ക് ആകെപ്പാടാ വല്ലാത്തൊരു പേടിയായി പോയിട്ടുണ്ടായിരുന്നു. മീനാക്ഷി കണ്ടോണ്ട് എന്തു ചെയ്യുമെന്ന് ഓർത്തോണ്ട് അങ്ങനെ സുകന്യ ഒടുവിൽ എന്ത് ചെയ്തു, അൻസറുടെ അലോകിനോടും പോയി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളോട് മാറിക്കോ, മീനാക്ഷി വരുന്നുണ്ടെന്ന്. പക്ഷെ അൻസറി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത് മീനാക്ഷി കണ്ടു. മീനാക്ഷിക്ക് സംശയമായി. മീനാക്ഷി അങ്ങനെ അവിടേക്ക് പറയുന്ന സമയത്ത് സുകന്യ തടയുവാണ്. എന്താ മീനാക്ഷി, നീ എന്താ ഈ വഴിക്കെന്നൊക്കെ ചോദിച്ചോണ്ട് ലോഹിയൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മീനാക്ഷിയുടെ മനസ്സ് നിറയും അനുസരിയായിരുന്നു. അപ്പോഴേക്കും മീനാക്ഷി പറയുകയും ചെയ്തു, അതെ, ഞാൻ ഇവിടെ ഹനിമോളെ കണ്ടല്ലോ, അവൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്ന പോലെ എനിക്ക് തോന്നിയില്ലോ എന്ന് പറഞ്ഞു. അത് നിനക്ക് വെറുതെ തോന്നാന്നൊക്കെ പറഞ്ഞു. അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. സുകന്യ ഇങ്ങനെ തടി തപ്പുവാണ്. പക്ഷെ മീനാക്ഷിക്ക് എന്തോ അതത്രയ്ക്ക് അവിടെ വിശ്വാസം വരുന്നില്ല. സുകന്യേച്ചി തന്നോട് കള്ളത്തരം പറയുന്നാന്നൊരു തോന്നല്. പിന്നീട് സുകന്യയോട് ചോദിച്ചു, അല്ല സുകന്യേച്ചി എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ടാ, പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല മീനാക്ഷി എന്താ? അല്ല ഞാന് കുറച്ച് നേരത്തെ ഇന്ന് ഇറങ്ങി, നേരത്തെ വീട്ടിലേക്ക് പോന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ് പോയിക്കോന്ന് പറഞ്ഞു. അല്ല സുകന്യേച്ചി വരുന്നില്ലേ, ഞാൻ വന്നോളാം എന്നൊക്കെ പറയണം. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, മീനാക്ഷിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എന്നാലും മീനാക്ഷിയുടെ ഉള്ളിനകത്ത് ഒരു കരട് കയറിയിട്ടുണ്ടായിരുന്നു. അത് അനുസരി തന്നെയാണ്. കാരണം അനുസരിയെ കണ്ടാണ് ഓടിപ്പോന്നെ. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഗോമതി മിത്രയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയമാണ് ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷി ചോദിച്ചു, അല്ല അനുമോൾ എന്തേന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് ഗോമതി അതിനെക്കുറിച്ച് ഓർക്കുന്നത്. ഗോമതി ദേവമല ക്ഷേത്രത്തിൽ പോയതായിരുന്നല്ലോ. ഗോമതിക്കാണ് ആകെപ്പാട് ടെൻഷൻ ആയതുകൊണ്ട് ഗോമതി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടെൻഷനായിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ അനുമോളും അതുപോലെ സുകന്യേച്ചും കൂടെ പുറത്തു പോയെന്ന്. അതെ, ഷോപ്പിങ്ങിനായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മീനാക്ഷിക്ക് സംശയമായി. എന്നിട്ട് സുകന്യേച്ചി പറഞ്ഞില്ലല്ലോ തന്നോട്. സുകന്യേച്ചി മാത്രമുള്ളെന്നാ, അനുമോള് കൂടെ ഉള്ളത് പറഞ്ഞില്ലല്ലോ. ആ സമയം മീനാക്ഷിയുടെ ആലോചന കണ്ടപ്പം മിത്ര ചോദിച്ചു, എന്താ മീനാക്ഷി ചേച്ചി കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മീനാക്ഷി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അനു സുകന്യയുടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് സുകന്യ അനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും നിന്റെ കൂടെ അലോകണ്ടെന്നുള്ള കാര്യം അറിയാൻ പാടില്ല മീനാക്ഷിയെ, ആരും അറിയാൻ പാടില്ല. മീനാക്ഷി കണ്ടിട്ടില്ലാന്ന് തോന്നേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, സംശയത്തിനിട കൊടുത്തേക്കരുത്, അറിയാലോ ഞാൻ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അനുവിനൊരു ക്ലാസ് ഒക്കെ എടുത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരുന്നേ. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, അല്ല അനുമോളെ, നീ എപ്പോഴാ പോയത്, നീ എന്നോട് പറഞ്ഞത് പോലും ഇല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, അത് ഞാൻ പിന്നെ മിത്രേച്ചോട് പറഞ്ഞിട്ടാ പോയത്, രാവിലെ അമ്മയോട് പറയാൻ മറന്നുപോയായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അതെ എനിക്ക് 1-2 സാധനം മേടിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോഴനുമോൾ എൻ്റെ കൂടെ വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി ഇങ്ങനെ നോക്കുകയാണെന്ന്. പിന്നീട് മീനാക്ഷി ചോദിച്ചു, അല്ല ഞാൻ സുകന്യേച്ചയെ കണ്ടു കഴിഞ്ഞപ്പോൾ അനുമോള് കൂടെ ഇല്ലായിരുന്നല്ലോ, അനുമോളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുകന്യേച്ചി ഒന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അയ്യോ അത് ഞാൻ മറന്നുപോയി, അനുമോൾ 1-2 സാധനങ്ങൾ മേടിക്കാണ്ടെന്ന് പറഞ്ഞു, മറന്നുപോയായിരുന്നു. അപ്പൊ അത് വാങ്ങാനായിട്ട് ആ കടയിലേക്ക് പോയതായിരുന്നു. പിന്നെ മീനാക്ഷിയോട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാനും മറന്നുപോയെന്ന് പറഞ്ഞു. അപ്പോഴേ മീനാക്ഷിക്ക് സംശയം അടിച്ചു, എന്തൊക്കെയോ ഇവര് ഒളിച്ചു കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അനുവിന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്, അതുപോലെ തന്നെ സുകന്യയുടെ മുഖത്തും. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ധ്യാനു എന്തേലും വാങ്ങാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ പോകുമ്പോൾ വാങ്ങില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അനുമോളെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയം സുകന്യ പറഞ്ഞു, അതെന്താ ചേച്ചി, എന്റെ കൂടെ വന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തോണ്ടാണോ? അതുകൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം ഇവൾക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, ഇവളിപ്പം വീട്ടിലിരുന്നല്ലേ പഠിക്കുന്നേ, എന്നിട്ടിപ്പോ എപ്പോഴും ഇങ്ങനെ പുറത്തോട് ചുറ്റിക്കറങ്ങുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. ഗോമതിക്ക് ഇഷ്ടമില്ലായിരുന്നു അനുവിനെ പുറത്തു വിടുന്നത്. കാരണം അനുവിനെ പുറത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ കാണാൻ പോകുന്നൊരു ഭയം ഗോമതിയുടെ മനസ്സിലുണ്ട്. അപ്പോഴും മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചു, ഉറപ്പായിട്ടും താൻ കണ്ട അനുവിനെ തന്നെ, ഈ ഡ്രസ്സായിരുന്നു താൻ കണ്ടത്, അവൾ അങ്ങോട്ട് ഓടിപ്പോന്ന. പക്ഷെ തന്നെ കണ്ടപ്പോൾ അവൾ എന്തുകൊണ്ടായിരിക്കും ഓടിയത്? ഇനിയിപ്പോൾ അവളോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? സുകന്യേച്ചിക്ക് അതൊക്കെ അറിയാൻ തോന്നേ. സുകന്യേച്ചി കള്ളത്തരം പറയുകയോ ചെയ്തേ. പിന്നീട് അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഗോമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ശ്രീദേവി എന്നിട്ട് എന്താ മീനു എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ശ്രീദേവിയോട് മീനു ആ കാര്യം പറയണേ, അതെ ഞാൻ ഇന്ന് അനുവിനെ പോലൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നു,
സുകന്യേച്ചിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഓടിപ്പോന്നാ കണ്ടത്. പക്ഷേ എങ്കിൽ ഞാൻ സുകന്യേച്ചിയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സുകന്യേച്ചി തർക്കിച്ചു. അത് അനുമോളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അത് അനു തന്നെയാണ്, ഇതേ ഡ്രസ്സ് തന്നെ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ എന്തിനാ ഓടിപ്പോണെന്ന് വെച്ചു. അതാ എനിക്കറിയില്ലാത്ത എന്തോ കള്ളത്തരമുണ്ട് ശ്രീദേവി ചേച്ചി എന്ന് പറഞ്ഞു. സുകന്യേച്ചിയല്ല ആള്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്ത് കള്ളത്തരം കാണിക്കുന്ന ആളാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നീട് ബാലൻ എന്ത് ചെയ്തു? 10 ലക്ഷം രൂപ ഉദയഭാനു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ചു വാങ്ങാനും പോകുന്നില്ല ഉദയഭാനും. അങ്ങനെയാണെങ്കിൽ ദേവമോൾക്ക് കുറച്ച് ആഭരണം വാങ്ങാം, അത് വെച്ച് പണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേവമോൾ എന്ത് വിചാരിക്കും? അതുപോലെ തന്നെ ഉദയഭാനു സാറിനും വിഷമാവൂലേ എന്ന് കരുതിയിട്ട് ബാലൻ പോയിട്ട് നെക്ലേഴ്സും അതുപോലെ തന്നെ വളയൊക്കെ മേടിക്കണം ആ പണത്തിന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നു കഴിഞ്ഞ് ഗോമതിയെ വിളിച്ചു. അപ്പോഴത്തേക്കും ഗോമതി വിളിച്ചു, എന്താ ബാലേട്ട, എന്താ കവറിനകത്ത്? അതെ, ദേവിമോളെ കൊള്ളാന്ന് പറഞ്ഞു. ദേവിക്കുള്ളോ? അതേന്ന് പറഞ്ഞു. പിന്നീട് ദേവി എന്തെന്ന് ചോദിച്ചു. മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ബാലൻ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവമേ, ബാലച്ചൻ അങ്ങനെ മുറിയിലേക്ക് അങ്ങനെ വരുന്നല്ല. എന്താ ബാലച്ച, എന്താ കാര്യം എന്താ? അതൊക്കെ ഉണ്ട്. മോൾ ഇതങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞു. അല്ലെ, ഇതെന്താ? അതങ്ങോട്ട് കൊടുത്തു. തുറന്നു വെക്കാൻ പറഞ്ഞു. തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ദേവിയുടെ കണ്ണു തള്ളിപ്പോയി. മാലയും നെക്ലേഴ്സും അതുപോലെ തന്നെ വളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇതെന്താ ബാലച്ചൻ ഡേ തന്നെ? അതെ, മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി എന്തിനാ വാങ്ങുന്നേ? അതെ, ഞാൻ ഉദയഭാനു സാറിന് നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സാർ ആ പൈസയായിട്ട് വാങ്ങത്തില്ല. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ ദേവിമോൾക്ക് ഇത് സമ്മാനമായിട്ട് തരാന്ന് കരുതി ആ പൈസക്ക് ഞാൻ അങ്ങോട്ട് സ്വർണം വാങ്ങിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീദേവിയുടെ കണ്ണ് അന്താളിച്ച് പോയി. ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷയല്ല. ഇതെന്തൊരു ടിസ്റ്റ്! തന്റെ അച്ഛൻ 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നോ? 10 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അച്ഛൻ എവിടുന്ന് 10 ലക്ഷം രൂപ ഉണ്ടാക്കിയത്? ഒന്നും മനസ്സിലായില്ല ശ്രീദേവിക്ക്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാനൊക്കെ പറഞ്ഞു. ശ്രീദേവിക്കാണ് നെഞ്ചു പടവിട ഇടിക്കാൻ തുടങ്ങി. ദൈവമേ, അടുത്ത ചതി നടന്നിരിക്കുന്നു. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന അറിയില്ല. ഈ അച്ഛനും അമ്മയും ഇത് എന്ത് ഭാവിച്ചാന്നറിയില്ല. ഈ പണം ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാന്നറിയില്ല. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം അടുത്ത് വരുന്നേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സമനില ഇട്ടുന്ന പോലെ തോന്നി. എന്താ മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ബാലച്ചൻ ഇനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണോ? പെരുമാറ്റമൊന്നും കണ്ട അങ്ങനെയൊന്നും തോന്നില്ല. ബാലൻ പറഞ്ഞു, മോൾക്ക് വേണ്ടിയിട്ട് ഈ പണം എനിക്ക് ചെലവഴിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു. പിന്നീട് ബാലനും കൂടെ പോയി കഴിഞ്ഞപ്പം അതും കൈ പിടിച്ചൊരു അന്താളിപ്പോട് കൂടി ശ്രീദേവി നിൽക്കുകയാണ്. പിന്നീട് ശ്രീദേവി എന്ത് ചെയ്തു? ഉദയഭാനുവിനെ വിളിക്കുകയാണ്. ഉദയഭാനുവിനെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ബാലൻ വാങ്ങിച്ചോടെ തന്നോ? ആ സമയം ശ്രീദേവി ചോദിച്ചു, സത്യം പറച്ച അച്ഛൻ എവിടുന്ന പണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മോളെ, കുറച്ച് പണം എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ കട പുതുക്കാനായിട്ട് ബാലൻ പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബാലന് കൊടുത്തായിരുന്നു. അച്ഛ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ഈ പണം എവിടുന്ന് മേടിച്ചാണെങ്കിലും പണം തിരിച്ചു കൊടുത്തോണം. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എടി മോളെ, നീ ഒരു കാര്യം ചെയ്യാ, ആ സ്വർണം അച്ഛൻ ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. തരുന്നുണ്ട്. ഇതിപ്പോ ബാലച്ച ഇടയ്ക്ക് ചിലപ്പോ ചോദിക്കും, ആ സ്വർണം എന്തെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തെടുത്തിട്ട് കാണിക്കും? നിങ്ങൾ എന്താ അവിടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നിട്ട് ചോദിക്കുക. എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ ജീവിതം താർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. ആ സമയത്ത് ശ്രീകലയുടെ അടുത്ത് എന്നിട്ട് ഉദയഭാനു പറഞ്ഞു, ആ ബാലൻ നമ്മളെ ചതിച്ചെന്ന് പറഞ്ഞു. ചതിച്ചെന്നോ? അയാൾ ആ പണത്തിന് സ്വർണം വാങ്ങിച്ചു കൊടുത്തിരിക്കും ദേവിമോൾക്ക്. സ്വർണോ? അതേന്നെ, ഞാൻ കരുതി അയാൾ പണമായിട്ട് ദേവിയുടെ കൊണ്ട് കൊടുക്കുന്ന. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങാതെ കരുതിയിരുന്ന ഇപ്പാണ്ട് സ്വർണമായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു. ഉദയേട്ടാ, സ്വർണമാണെങ്കിൽ അതെങ്ങോട്ട് വാങ്ങിച്ചാൽ പോരെന്ന് ചോദിച്ചു. എടി, അതെങ്ങനെ ദേവിക്ക് തരാൻ പറ്റും? ദേവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തരണമെന്ന്. പക്ഷെ ദേവി തരുമെന്ന് തോന്നുന്നില്ല. കാരണം ബാലൻ അങ്ങനെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ആ സ്വർണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തു പറയുന്നു? അതേപോലെ തന്നെ മുക്കുപണ്ട് അങ്ങോട്ട് വെച്ചാൽ പോരാ മനുഷ്യ. ഒന്നുകൂടെ ദേവിയോട് സംസാരിച്ച് നോക്കാന്നൊക്കെ ഉദയഭാനു പറയണം. ഇതേ സമയത്ത് സുകന്യ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. കൃഷ്ണമംഗലത്തെ വന്ന് രാജസിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. അങ്ങനെ മുറിയിൽ പോയിരുന്ന് അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് സുകന്യയോട് രാജസ് ചോദിച്ചു, എന്തായി സുകന്യ കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിയുടെ പേരിൽ നിന്ന് ആ വീട് സ്ഥലം എഴുതി മേടിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നടക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പം രാജശ്രീ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം, അല്ലെങ്കിലുണ്ടല്ലോ നിനക്കറിയാലോ, നീ 10 ലക്ഷം രൂപ ഇപ്പൊ വാങ്ങിച്ചോണ്ട് പോയിരിക്കുന്നത് ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട്. ആ സമയത്താണ് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്, മുറിയുടെ ഫ്രണ്ടിലേക്ക് രാജശ്രീയുടെ. അപ്പോഴകത്തെ സംസാരം കേൾക്കുകയാണ്. 10 ലക്ഷം രൂപ നീ വാങ്ങിച്ചോണ്ട് പോയത് എന്തിനാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ടപ്പോൾ സുഖിനി ചോദിച്ചു, എന്തിന്? അല്ല, നിനക്ക് ചിലപ്പോൾ ദൂരത്തടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അപ്പൊ 10 ലക്ഷം രൂപ ഇവൾക്കാണോ കൊടുത്തേ എന്നൊരു ചിന്തയൊക്കെ
ഇന്ദിരാമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ രാജശ്രീയുടെ വീട്ടിൽ എന്തോ ആവശ്യം വന്നിട്ട് 10 ലക്ഷം രൂപ വാങ്ങിച്ചെന്നാണ് അപ്പൊ പറഞ്ഞ അച്യുതൻ പറഞ്ഞേ. ഈ സമയം സുകന്യ പറഞ്ഞു, ചേച്ചി 10 ലക്ഷം രൂപ വാങ്ങിച്ചെങ്കിൽ എന്താ, അധികം വൈകാതെ തന്നെ ഗോമതി ചേച്ചിയുടെ പേരിലുള്ള ആ വീട് സ്ഥലമൊക്കെ ചേച്ചിയുടെ മക്കളുടെ മകന്റെ പേരിലേക്ക് എഴുതി തരത്തില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ചതി ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന് ഇന്ദിരാമ്മ അപ്പോഴാണ് അറിയുന്നത്. ആ സമയം രാജശ്രീ പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. 10 ലക്ഷം രൂപ നിനക്ക് തരണ്ടേ, നിന്നെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുണ്ടല്ലോ, പിന്നെ നീ ആ വീട്ടിൽ നിൽക്കില്ല. നിന്റെ ആദ്യ വിവാഹം ഒന്ന് ആയിരുന്നു, രണ്ടാം വിവാഹം ഇതെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ ശരിക്കും ഞെട്ടി. എന്റെ ഭഗവാനെ, എന്തായി കേൾക്കുന്നേ? അവളുടെ വിവാഹം ആദ്യം ഒന്ന് കഴിഞ്ഞാന്നോ, ഇത് രണ്ടാം വിവാഹമാണോ? എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ധർമ്മന്റെ തലയിലേക്ക് അവളെ പിടിച്ചു വെച്ചത്? അവർ തമ്മിലുള്ള വിവാഹം നടത്തിയത് രാജശ്രീയും കൂടെ എല്ലാം അറിഞ്ഞിട്ട് കൂട്ടുന്നല്ലോ. ഇന്ദിരാമ്മയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ നോക്കി തോന്നില്ല. ഇന്ദിരാമ്മ പെട്ടെന്ന് പൂജാമുറിയിലേക്ക് വന്നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭഗവാനെ, പാവം ധർമ്മന്, അവനിന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്റെ ഭഗവാനെ, എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? പാവം, അവൻ ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഒടുവിൽ അവന് കിട്ടിയത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരും, എങ്ങനെയായി തീരും എന്നറിയത്തില്ല. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.